വൈദേഹിക്ക് എപ്പോഴും രുദ്രേട്ടൻ മാത്രം മതിയായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ എന്തുപറ്റി? പെട്ടെന്നുള്ള രുദ്രന്റെ ചോദ്യത്തിൽ അവളൊന്നു പതറി. അതൊക്കെ പ്രായത്തിന്റെ ചാബല്യം മാത്രമായിരുന്നു ഏട്ടാ. വെറുതെ ഏട്ടന്റെ ജീവിതം കൂടി ഞാനായിട്ട്. അത് പറയുകയും അവളുടെ വാക്കുകൾ ഇടറി. പിന്നീട് രുദ്രൻ അവളോടൊന്നും തന്നെ ചോദിച്ചതുമില്ല. കുറേ ദൂരം പിന്നിട്ട ശേഷം ഒരു തണൽമരച്ചോട്ടിൽ രുദ്രൻ വണ്ടി ഒതുക്കി നിർത്തി. കിഴക്കേക്കാവ് മുത്തി എന്നൊരു ബോർഡ് കണ്ടു. ആ മരത്തിന്റെ ചോട്ടിലായിട്ട് ഒരു സ്ത്രീ വിഗ്രഹം. ഒപ്പം കുറേയേറെ ചുവപ്പ് നിറമുള്ള ചരടും സിന്ദൂരവും പൂക്കളും ഒക്കെ കിടപ്പുണ്ട്. കുറച്ച് അപ്പുറത്തു മാറി ഒരു മുറുക്കാൻ കടയുമുണ്ട്. മുന്നിൽ നീണ്ടുകിടക്കുന്ന കുന്നിൻ ചെരുവും കുറച്ചു മാറി നീണ്ടുകിടക്കുന്ന തെങ്ങിൻ തോപ്പുകളും കുടപ്പനകളും അകലെയായി കാണുന്ന വയലേലകളും. ഇരുവരും കാറിൽ നിന്നിറങ്ങി അവിടമാകെ നോക്കിക്കണ്ട് ആസ്വദിച്ചു നിന്നു. ഒരു പ്രത്യേക വൈബായിരുന്നു. മുത്തിയെ തൊഴുതു പ്രാർത്ഥിക്കും മക്കളെ, വിളിച്ചാൽ വിളിപ്പുറത്താ. മൂർക്കാൻ കടയിൽ നിന്ന വൃദ്ധൻ വിളിച്ചു പറഞ്ഞതും രുദ്രനും വൈദേഹിയും ഒരുപോലെ തിരിഞ്ഞു നോക്കി. പാതി കൊഴിഞ്ഞ പല്ലുള്ള മോണ കാട്ടി അയാൾ ചിരിച്ചുകൊണ്ട് രുദ്രന്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. എൻ്റെ പേര് മുനുസ്വാമി. ദേ ആ കാണുന്ന ചെരുവിൻ്റെ താഴെ ഒരു കോളനി ഉണ്ട്. അവിടാ താമസം. ഈ കട നടത്താൻ തുടങ്ങിയിട്ട് 67 കൊല്ലം കഴിഞ്ഞു മക്കളെ. രുദ്രൻ അയാളെ നോക്കി ഒന്ന് മൂളി. മുത്തിയമ്മയോട് പ്രാർത്ഥിക്ക്. പ്രകൃതി മാതാവാണ്. നമ്മൾക്ക് എല്ലാം തരുന്നതും തിരിച്ചെടുക്കുന്നതും വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതും എല്ലാം ഈ പ്രകൃതി തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾ നന്നായിട്ട് പ്രാർത്ഥിക്ക്. നിങ്ങളുടെ എല്ലാ പ്രശ്നവും മാറും കേട്ടോ. ആ ശരി ചേട്ടാ. ഇവിടുത്തുകാര് ആളുകൾക്ക് മൊത്തം അറിയാം മുത്തിയെ. പിന്നെ ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇങ്ങനെ വണ്ടി നിർത്തി ചിലരൊക്കെ ഇറങ്ങും. അവരോടൊക്കെ ഞാൻ മുത്തിയുടെ കഥ പറഞ്ഞു കൊടുക്കും. ചിലർക്ക് വിശ്വാസം തോന്നി ചെന്ന് പ്രാർത്ഥിക്കും. കൃത്യം ഒരാണ്ട് തികയും മുന്നേ അവരൊക്കെ വന്ന് വീണ്ടും എന്തെങ്കിലും വഴിപാടൊക്കെ ചെയ്ത് മുത്തിയോട് നന്ദി പറഞ്ഞുകൊണ്ട് മടങ്ങും. അയാൾ പിന്നെയും വർണ്ണിച്ചുകൊണ്ടേയിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും രുദ്രൻ വൈദേഹിയെയും കൂട്ടിക്കൊണ്ട് മുത്തിയുടെ പ്രതിഷ്ഠയുടെ മുന്നിലേക്ക് ചെന്നു. കണ്ണുകൾ അടച്ചുകൊണ്ട് ഇരുവരും ആ പ്രകൃതി മാതാവിനോട് പ്രപഞ്ച സത്യത്തിനോട് പ്രാർത്ഥിച്ചു. ഇരുവരുടെയും ഉള്ളിലുള്ള എല്ലാ നൊമ്പരങ്ങളും അവർ ആ മൂർത്തിയുടെ മുന്നിൽ ഇറക്കി വെച്ചു. മുറുക്കാൻ കടയിൽ നിന്ന് എണ്ണയും കർപ്പൂരവും സാമ്പ്രാണിയും ഒക്കെ വാങ്ങി ആൽത്തറയുടെ ചുവട്ടിലായി കുടികൊള്ളുന്ന പരാശക്തിക്ക് സമർപ്പിച്ചു. അവിടെ നിന്നിരുന്ന കാട്ടുചെടികളിൽ ചുവപ്പും മഞ്ഞയും നിറമുള്ള പൂക്കൾ നിറയെ ഉണ്ടായി കിടപ്പുണ്ട്. വൈദേഹിയായിരുന്നു അതെല്ലാം പറിച്ചെടുത്ത് ഒരു കാട്ടിലയിൽ വെച്ച് നടക്കി സമർപ്പിച്ചത്. അപ്പോഴേക്കും ചെറിയ ഒരു ചാറ്റൽ മഴ പോലെ, ഒപ്പം ഒരു ഇളം തെന്നലും അവരെ തഴുകി തലോടി കടന്നുപോയി. മഴ പെയ്യുമോ ചേട്ടാ? രുദ്രൻ മുറുക്കാൻ കടക്കാരനെ നോക്കി അല്പം ഉറക്കെ വിളിച്ചു ചോദിച്ചു. ഇല്ല മോനെ, ഇതിവിടെ പതിവാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ മഴത്തുള്ളികൾ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. അയാൾ മറുപടിയും കൊടുത്തു. വൈദേഹി അപ്പോഴും മിഴികൾ പൂട്ടി തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുകയായിരുന്നു. പെട്ടെന്നായിരുന്നു രുദ്രനൊരു തോന്നൽ തോന്നിയത്. അവൻ തൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ടുകൊണ്ട് താൻ വൈദേഹി അണിയിച്ചിരുന്ന താലിമാല കയ്യിലെടുത്തു. അവൾക്ക് യാതൊരു ഓർമ്മയുമില്ലാത്ത നേരത്ത് താൻ ചാർത്തിക്കൊടുത്തതായിരുന്നു ഈ താലി. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നോ ഇതിൻ്റെ മൂല്യം എന്താണെന്നോ ഒന്നും വൈദേഹിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. അവളെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുമ്പോൾ സിസ്റ്റർ ലയ അത് രുദ്രനെ ഏൽപ്പിച്ചു. ഇന്ന് സഞ്ജീവനിയിൽ നിന്ന് മടങ്ങുന്ന നേരത്ത് ബാഗിലേക്ക് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുവാനുള്ള വസ്തുക്കളൊക്കെ പാക്ക് ചെയ്തപ്പോഴാണ് താൻ സൂക്ഷിച്ചു വച്ചിരുന്ന താലിമാല കണ്ണിൽപ്പെട്ടത്. അതെടുത്ത് പോക്കറ്റിലേക്ക് ഇടുകയായിരുന്നു. മുറുക്കാൻ കടക്കാരൻ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരു മഞ്ഞച്ചരട് അവൻ മേടിച്ചു. ശേഷം ആ താലി അതിലേക്ക് കോർത്തിട്ടുകൊണ്ട് വൈദേഹിയുടെ അരികിലേക്ക് വന്നു. വൈദേഹി, അവൻ വിളിച്ചതും അവൾ മിഴികൾ ഉയർത്തി. അവൻ്റെ കയ്യിലിരിക്കുന്ന ആലില പൂത്താലി അവളുടെ കണ്ണിലുടക്കി. ഈ താലി നിന്നെ ആദ്യമായി അണിയിക്കുമ്പോൾ എൻ്റെ മനസ്സാകെ സംഘർഷപൂരിതമായിരുന്നു. നിനക്കും യാതൊരുവിധ ഓർമ്മകളുമില്ലായിരുന്നു ആ നേരത്ത്. ഈ താലിമാലയുടെ ഒരു വിലയും മനസ്സിലാക്കാതെയാണ് അന്ന് ഞാനും നീയും കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഈ നിമിഷം ഈ പ്രപഞ്ചശക്തിയുടെ മുന്നിൽ വച്ച് രുദ്രൻ ഇത് വൈദേഹിയെ വീണ്ടും അണിയിക്കുവാൻ പോവുകയാണ്. ഒട്ടും കുരവയും ആർപ്പുള്ളിയും ഒന്നുമില്ലാതെ കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്ന ഈ പ്രകൃതിയെ വണങ്ങി ഈ ശക്തിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സകല ചരാചരങ്ങളെയും നമിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിന്നെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. രുദ്രൻ അത് പറഞ്ഞു നിർത്തിയതും വൈദേഹി അവനെ ഉറ്റുനോക്കി. നീ എന്താണ് ഒന്നും പറയാത്തത്? രുദ്രേട്ടാ, എനിക്ക് ആ സമയത്ത് എൻ്റെ രോഗാവസ്ഥ മൂലമാണ് അങ്ങനെയൊക്കെ തോന്നിയത്. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും നമ്മൾ തമ്മിൽ ഒന്നാകേണ്ടവർ അല്ല ഏട്ടാ. അവൾ വാക്കുകൾക്കായി പരതി. ശരിയാണ്, നീ ഒരിക്കലും സുബോധമുള്ളപ്പോൾ ഇങ്ങനെയൊന്നും ഒരു കാര്യത്തിലുമില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയാം. എന്നിരുന്നാലും ശരി, നിന്റെ കൗമാരപ്രായം മുതലേ ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് എന്നോടുള്ള പ്രണയം ഒളിപ്പിച്ചു നടന്നതല്ലേ?
അതല്ലെന്ന് പറയുവാൻ നിനക്കാകുമോ വൈദേഹി? രുദ്രൻ ചോദിച്ചതും അവൾ നിലത്തേക്ക് മിഴികളൂന്നി. രുദ്രനെ സ്നേഹിച്ചിരുന്നില്ല എന്ന് ഒരിക്കലും എൻ്റെ മുഖത്തു നോക്കി കളവ് പറയുവാൻ നിനക്കാവില്ല. ശരിയല്ലേ വൈദേഹി? അവൻ അവളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി നിന്ന് ആ താടിത്തുമ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്തി. രുദ്രേട്ടാ, നീ എന്നെ സ്നേഹിച്ചിട്ടില്ലേ വൈദേഹി? അവൻ വീണ്ടും ചോദിച്ചു. വൈദേഹി മറുപടി ഒന്നും പറയാതെ കൊണ്ട് നിൽക്കുകയാണ്. നിനക്കെന്നോട് പ്രണയമുണ്ടായിരുന്നോ? അതോ വെറുതെ ആയിരുന്നോ? അവൻ അല്പം ബലം പ്രയോഗിച്ച് താടിത്തുമ്പ് പിടിച്ചു മേൽപോട്ട് ഉയർത്തി. എനിക്കറിയാം എൻ്റെ വൈദേഹിയെ, ഒരുപക്ഷെ മറ്റാരെക്കാളും. പ്രായത്തിൻ്റെ ഓരോ ചാബല്യാവും എന്ന് തന്നെയാണ് ആദ്യം ഞാനും ഒക്കെ കരുതിയത്. പക്ഷേ നിന്നെ അറിയാൻ ഞാൻ ഏറെ വൈകിപ്പോയി. എൻ്റെ പെണ്ണാണ് നീ, പ്രകൃതി എനിക്കായി കാത്തുവെച്ചവൾ. പറഞ്ഞുകൊണ്ട് അവൻ താലിച്ചരട് മുത്തിയമ്മയുടെ നടയിൽ വെച്ചു. അല്പനേരം പ്രാർത്ഥിച്ചു. ശേഷം അത് കയ്യിലെടുത്ത് പ്രകൃതിയുടെ നേരെ ഉയർത്തി. എന്നിട്ട് അത് വൈദേഹിയുടെ കഴുത്തിൽ ചാർത്തിക്കൊടുത്തു. ഇനി ഒരിക്കലും അഴിക്കാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഗ്രഹത്തിന് താഴെ വിതറിക്കിടന്നുന്ന സിന്ദൂരത്തിൽ നിന്നും അല്പം എടുത്തു അവളുടെ നെറുകയിൽ അണിയിച്ചു കൊടുത്തു. അപ്പോഴേക്കും ഒരു ചാറ്റൽ മഴ അവരെ ചെറുതായി നനയിച്ചു. പ്രകൃതിയുടെ അനുഗ്രഹം. വൈദേഹിയുടെ മിഴികൾ ഈറനണിഞ്ഞതും രുദ്രൻ അതിന് സമ്മതിക്കാതെ കൊണ്ട് അവളുടെ കവിളിലെ കണ്ണുനീര് തുടച്ചു മാറ്റിക്കൊടുത്തു. കടക്കാരൻ ചേട്ടന് തൻ്റെ പോക്കറ്റിൽ നിന്ന് 500 രൂപ എടുത്തു കൊടുത്ത ശേഷം അയാളോട് യാത്ര പറഞ്ഞുകൊണ്ട് രുദ്രൻ വൈദേഹിയും ചേർത്ത് പിടിച്ച് കാറിലേക്ക് കയറി. അയാളെ കൈവീശി കാണിച്ചുകൊണ്ട് ഇരുവരും വീണ്ടും യാത്ര തുടർന്നു. അത് നോക്കി അപ്പോഴും മുത്തിയമ്മ പുഞ്ചിരി തൂകി നിന്നു. വൈദേഹിയും രുദ്രനും കൂടി തിരികെ വീട്ടിലെത്തിയപ്പോൾ നേരം 8 മണിയായിരുന്നു. ഗൗരിയും മഹിയും ഉമ്മറത്ത് തന്നെ അവരെ കാത്തിരിപ്പുണ്ട്. ഗേറ്റ് കടന്ന് കാർ വരുന്നത് കണ്ടതും ഗൗരി വേഗം എഴുന്നേറ്റ് അകത്തേക്ക് പോയി, നിലവിളക്ക് കൊളുത്തുവാൻ വേണ്ടി. ബീനേ, കുട്ടികൾ വന്നോട്ടോ. ഒപ്പം തന്നെ അടുക്കളയിലേക്ക് നോക്കി അവർ വിളിച്ചു പറഞ്ഞു. ആ വരുന്നു ചേച്ചി, ഈ ചോറൊന്ന് എടുത്തു വയ്ക്കട്ടെ. ബീന മറുപടിയും കൊടുത്തു. വൈദേഹിയായിരുന്നു ആദ്യം ഇറങ്ങിയത്. മോളെ വൈദേഹി, ഇത്ര ദൂരം യാത്ര ചെയ്ത് ആകെ മടുത്തു അല്ലേ? മഹി ഇറങ്ങിച്ചെന്ന് അവരുടെ ചുമലിൽ തട്ടി. കുഴപ്പമില്ല അങ്കിൾ, ഇടയ്ക്കൊക്കെ വണ്ടി നിർത്തിയാണ് പോകുന്നത്. അവൾ പുഞ്ചിരിച്ചു. വൈദേഹിയുടെ ഇരുത്തം വന്ന സംസാരം കേട്ടപ്പോൾ തന്നെ 100% ഉറപ്പായിരുന്നു അവൾ നോർമൽ കണ്ടീഷനിൽ എത്തിയെന്നുള്ളത്. കാരണം പണ്ടും അവൾ അങ്ങനെയാണ്. ഒരുപാട് ബഹളങ്ങളും ശബ്ദങ്ങളും ഒന്നും അവൾക്കില്ലായിരുന്നു. വളരെ പക്വതയോടുകൂടിയുള്ള പെരുമാറ്റമായിരുന്നു വൈദേഹിക്ക് എന്ന്. അത് തന്നെയായിരുന്നു അവളുടെ മുഖമുദ്രയും. ആൻറ്റി എവിടെ? അവൾ അകത്തേക്ക് നോക്കി. ആരതി എടുക്കുവാൻ പോയതാണ് മോളെ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. മഹി പറഞ്ഞതും അവൾ തലകുലുക്കി. ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന ബാഗുകളൊക്കെ എടുക്കുവാനായി രുദ്രൻ തുടങ്ങിയതും അവനെ തടഞ്ഞു. മോനെ, അതൊക്കെ പിന്നീടാവാം. ഇപ്പോൾ നിങ്ങൾ രണ്ടാളും ഐശ്വര്യമായിട്ട് കയറിപ്പോരെ. ഗൗരി അപ്പോഴേക്കും നിലവിളക്കും ആരതിയുമായി എത്തിയിരുന്നു. പിന്നാലെ ബീനച്ചേച്ചിയും. ഇരുവരുടെയും കാലുകൾ ഒന്ന് നനച്ച ശേഷം അല്പം വെള്ളമെടുത്ത് അവരുടെ മുഖത്തും ദേഹത്തുമായി കുടഞ്ഞു. മോളെ വൈദേഹി, നല്ലോണം അച്ഛനമ്മമാരോടും ഗുരുകാരണവന്മാരോടും ഒക്കെ പ്രാർത്ഥിച്ച ശേഷം ഐശ്വര്യമായിട്ട് ഈ നിലവിളക്കുമായി കയറി വരൂ കുട്ടി. മഹാദേവനും ഗുരുവായൂരപ്പനും ഒക്കെ നിന്റെ കൂടെ ഉണ്ടാവൂ കേട്ടോ. പറഞ്ഞുകൊണ്ട് ഗൗരി അവളുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുത്തു. വളരെ സൂക്ഷിച്ച് സകല ചരാചരങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ അതുമായി അകത്തേക്ക് വലതുകാലെടുത്തു വെച്ച് കയറി. പൂജാമുറിയിൽ കൊണ്ടുവന്ന് വിളക്ക് വച്ച ശേഷം മിഴികൾ അടച്ചു അവൾ. കൈകൾ കൂപ്പി ഭഗവാനെ തൊഴുതു. ഒപ്പം തന്നെ അവളോട് ചേർന്ന് രുദ്രനും ഉണ്ടായിരുന്നു. വാതുക്കൽ നിന്നിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും കാൽക്കൽ തൊട്ടു വണങ്ങി അവൾ അനുഗ്രഹം വാങ്ങി. പിന്നാലെ രുദ്രനും. മോളെ, ഇതൊരു പുതിയ തുടക്കമാണ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് മാത്രം നീ കരുതിയാൽ മതി. പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് നിന്നെ ഈ കുടുംബത്തിലെ മകളായി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഈ നിമിഷം മുതൽ നീ എൻ്റെ മകൻ്റെ ഭാര്യയാണ്, ഞങ്ങളുടെ പൊന്നുമോള്. സന്തോഷത്തോടു കൂടി ഇനിയുള്ള കാലം കഴിയുക. എല്ലാത്തിനും രുദ്രൻ്റെ ഒപ്പം നീ ഉണ്ടാവണം. എൻ്റെയും ഗൗരിയുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. പറഞ്ഞുകൊണ്ട് മഹി അവളുടെ കവളിൽ തലോടി. അപ്പോഴേക്കും അവളുടെ മിഴികളൊക്കെ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അത് കണ്ടതും മഹിക്ക് വിഷമം തോന്നി. പെട്ടെന്ന് തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഗൗരിയുടെ നെഞ്ചിലേക്ക് വീണുകിടന്ന് വൈദേഹി പൊട്ടിക്കരഞ്ഞു. മോളെ, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ? അച്ഛനെയും അമ്മയെയും ഒക്കെ അവൾക്ക് ഓർമ്മ വന്നതാണെന്നുള്ളത് ഗൗരിക്ക് നിശ്ചയമായിരുന്നു. അത് തന്നെ സത്യമായിരുന്നു താനും. എൻ്റെ മോള് വിഷമിക്കണ്ട കേട്ടോ.
ഇവിടെ ആൻറ്റിയും അങ്കിളും ഒക്കെ ഇല്ലേ? പിന്നെ നിന്റെ രുദ്രേട്ടനും. അല്ലേലും ഞങ്ങളെ ആരെയും നിനക്ക് വേണ്ടല്ലോ, രുദ്രേട്ടനെ മാത്രം മതി. ചിരിയോടുകൂടി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗരി ഹാളിലേക്ക് ഇറങ്ങി വന്നു. മഹിയും രുദ്രനും അവിടെ സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ബീനെ, ആ പായസം എങ്ങെടുക്ക്? ഗൗരി വിളിച്ചു പറഞ്ഞതും പെട്ടെന്ന് ബീന ഒരു ഗ്ലാസ് പായസവുമായി കുട്ടികളുടെ അടുത്തേക്ക് വന്നു. ചടങ്ങുകളൊക്കെ അങ്ങനെ തന്നെ നടക്കണം. മക്കളെ വന്നിരുന്നേ, ഈ മധുരം കൂടി കഴിച്ചിട്ട് മുകളിലേക്ക് കയറിപ്പോയാൽ മതി. ഗൗരി വിളിച്ചതും രുദ്രനും വൈദേഹിയും വന്ന് സെറ്റിയിലിരുന്നു. അപ്പോഴാണ് വൈദേഹിയുടെ കഴുത്തിൽ കിടക്കുന്ന ചരടും താലിയും ഗൗരി ശ്രദ്ധിച്ചത്. ഞങ്ങൾ ഇന്നോട്ട് വരുന്ന വഴിക്ക് റോഡിന്റെ വശത്തായി ഒരു അമ്പലം കണ്ടമ്മേ. കുറേയേറെ മലനിരകളുടെ അധിപതിയായിട്ടുള്ള ഒരു ദേവതയാണ് മുത്തിയമ്മ. അങ്ങനെയാണ് ആ നാട്ടുകാർ വിളിക്കുന്നത്. യാദൃച്ഛികമായിട്ടാണ് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയത്. ഒരു വലിയ ആൽമരം, അതിൻ്റെ ചുവട്ടിലായിട്ടാണ് ഈ അമ്മ കുടികൊള്ളുന്നത്. തൊട്ടരികിലായി ഒരു മുറുക്കാൻ കടയും ഉണ്ടായിരുന്നു. ആ കടയിലെ ചേട്ടനാണ് ഞങ്ങളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നത്. രുദ്രൻ വള്ളി പുള്ളി വിടാതെ എല്ലാ കാര്യങ്ങളും അച്ഛനെയും അമ്മയെയും പറഞ്ഞു കേൾപ്പിച്ചു. നല്ല കാര്യം മോനെ, ഇതൊക്കെ ഒരു നിമിത്തമാണ്. ശരിക്കും ഇന്നായിരുന്നു നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്, അതും പ്രകൃതിയെ സാക്ഷിയാക്കി. അത് അങ്ങനെ തന്നെ പൂർത്തിയായി. കല്യാണവും ഗൃഹപ്രവേശവും മധുരം വെപ്പും ഒക്കെ ചടങ്ങായി തന്നെ നടന്നു, അല്ലേ മഹിയേട്ടാ? സന്തോഷത്തോടു കൂടി ഗൗരി മഹിയെ നോക്കി ചോദിച്ചു. അതെ, ഇതൊക്കെ ഒരു നിമിത്തമാണ്, ഒപ്പം ഈശ്വരാനുഗ്രഹവും. ഇത് രണ്ടും ആവോളം നിങ്ങൾക്കുണ്ട് മക്കളെ. അതാണ് കൃത്യസമയത്ത് അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തുവാനൊക്കെ രുദ്രന് തോന്നിയത്. മഹി പറഞ്ഞതും ഗൗരിയും ബീനച്ചേച്ചിയും തലകുലുക്കി. കുറച്ചു സമയം അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിച്ചിരുന്ന ശേഷം ഇരുവരും മുകളിലേക്ക് കയറിപ്പോയി. രുദ്രന്റെ റൂമിന്റെ വാതുക്കൽ എത്തിയതും വൈദേഹിക്ക് ആകെ കൂടി ഒരു വല്ലായ്മ പോലെ. വിവാഹം കഴിഞ്ഞ ശേഷം കുറച്ചു ദിവസം ഈ മുറിയിൽ കഴിഞ്ഞതാണെങ്കിൽ പോലും അതൊന്നും അവളുടെ സ്വബോധത്തിലല്ലായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ രുദ്രന്റെ മുറിയുടെ വാതുക്കൽ എത്തിയതും അവനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതുമൊക്കെയായിരുന്നു അവളുടെ മനസ്സിൽ. ഐശ്വര്യമായിട്ട് വലതുകാൽ എടുത്തു വെച്ച് കയറു ഭാര്യയെ. ഇതെന്താണ് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? തൊട്ടുപിന്നിൽ രുദ്രന്റെ ശബ്ദം കേട്ടതും അവൾ ഒന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി. പുഞ്ചിരിയോടുകൂടി ഇരു കൈകളും തൻ്റെ നെഞ്ചിനു കുറുകെ വെച്ചുകൊണ്ട് അവൻ അവളെ നോക്കി. മറുപടിയൊന്നും പറയാതെ കൊണ്ട് വൈദേഹി മുഖം കുനിച്ചു. അവളുടെ ചുമലിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രൻ വൈദേഹിയും കൂട്ടി റൂമിലേക്ക് കയറി. എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? വേറെ ആരുമല്ലല്ലോ, ഞാൻ നിന്റെ ഭർത്താവല്ലേ. താൻ ചേർത്ത് പിടിച്ചപ്പോൾ വൈദേഹി വിറയ്ക്കുന്നത് അറിഞ്ഞുകൊണ്ട് രുദ്രൻ അവളെ നോക്കി പറഞ്ഞു. വൈദേഹി ഇവിടെ ഇരിക്കുക കേട്ടോ, ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷായി വരാം. കുറേ ദൂരം ഡ്രൈവ് ചെയ്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ വല്ലാത്ത ക്ഷീണം. നന്നായി ഒന്ന് കിടന്നുറങ്ങിയാലേ ഓക്കെ ആവുകയുള്ളൂ. പറയുന്നതിനൊപ്പം തന്നെ അവളെ കൊണ്ടുപോയി അവൻ ബെഡിലേക്ക് ഇരുത്തിയിരുന്നു. എന്നിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. ഒരു തരം നിർവികാരതയോടുകൂടി ഇരിക്കുകയാണ് വൈദേഹി അപ്പോഴും. ആകെ കൂടി ഒരു സങ്കടം, ഒരു കാർമേഘം പൊതിയും പോലെ വന്ന് പൊതിഞ്ഞിരിക്കുകയാണ്. അർഹതയില്ലാത്തടത്ത് കയറി പറ്റിയതാണോ എന്നൊരു ചിന്തയും. ആലോചനകൾ കാട് കയറും മുന്നേ വാഷ്റൂമിൽ നിന്ന് രുദ്രൻ ഇറങ്ങി വന്നിരുന്നു. എടോ, താൻ പോയി കുളിച്ച് ഫ്രഷ് ആയിക്കോ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അവൻ പറഞ്ഞതും വൈദേഹി എഴുന്നേറ്റു. തനിക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ കബോർഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഒന്ന് മൂളിയ ശേഷം അവൾ എഴുന്നേറ്റു.